നമ്മുടെ ടോപ്പിക് ഇമ്പാക്ട് ഓഫ് പണിഷിംഗ് ഇൻ ചൈൽഡ്ഹുഡ് സെക്ഷൽ ബിഹേവിയേഴ്സ്. അതാണ് ടോപ്പിക്. ഞാൻ എൻ്റെ എല്ലാവർക്കും വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഓക്കെ. സോ എന്താണ് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോബ്ലമാണ് കുട്ടികളിൽ ഉണ്ടാവുന്ന സെക്ഷൽ ബിഹേവിയറും അത് കാരണം എന്താ പാരന്റ്സിന്റെ പണിഷിംഗ് ആക്ടിവിറ്റിയും അതും ഉള്ള പ്രോബ്ലംസ് അത് കാരണം ഉണ്ടാവുന്ന ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതില് പല കാര്യങ്ങളും വരുന്നുണ്ട്. അവരുടെ ഏജ് വൈസ് വൺ സെക്കൻഡ്, ആരിഫ് അഡ്മിറ്റ് ചെയ്യില്ലേ ആൾക്കാരെ? ഞാൻ ചെയ്തോളാം. ഓക്കെ ഓക്കെ ശരി. സോ എന്തുകൊണ്ടാണ് നമ്മള് കുട്ടികളെ സെക്ഷൽ ബിഹേവിയർ കാണിക്കുമ്പോൾ അവരെ നമ്മൾ പണിഷ് ചെയ്യുന്നത്? സെക്ഷൽ ബിഹേവിയേഴ്സ് കുട്ടികളിൽ നോർമൽ ആണോ അബ്നോർമൽ ആണോ? എന്തൊക്കെ തരം ബിഹേവിയേഴ്സ് ആണ് അബ്നോർമൽ, എന്തൊക്കെ തരം ബിഹേവിയേഴ്സ് ആണ് നോർമൽ? ഏത് ഏജ് ഗ്രൂപ്പിൽ പെടുന്നതാണ് നോർമൽ, ഏത് ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ബിഹേവിയേഴ്സ് ആണ് അബ്നോർമൽ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിനുശേഷം എങ്ങനെ അതും പാരന്റ്സ് എങ്ങനെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദിസ് കൈൻഡ് ഓഫ് സെക്ഷൽ ബിഹേവിയേഴ്സ് ആൻഡ് ഹൗ ടു മാനേജ് ഇറ്റ്, അതൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ട്രൈ മൈ ബെസ്റ്റ് ടു മേക്ക് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ്. എന്തെങ്കിലും എന്റെ സൈഡിൽ നിന്നുള്ള ഫോൾട്ട്സ് ഉണ്ടെങ്കിൽ യു കെൻ കറക്റ്റ് മീ. ആൻഡ് ഓൾസോ നമുക്കൊരു ഡിസ്കഷൻ ആയിട്ട് ഇത് ആഫ്റ്റർ ദ പ്രസന്റേഷൻ നമുക്കൊരു ഡിസ്കഷൻ ആയിട്ട് തന്നെ ഇത് മുന്നോട്ട് പോവാം. ഓക്കെ. സോ കുട്ടികളിൽ ഉണ്ടാവുന്ന, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജി പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സോഷ്യലി ആൻഡ് സെക്ഷലി. ഫിസിക്കൽ, കോഗ്നിറ്റീവ്, സെക്ഷൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ആണ് നമ്മളുടെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. Okay. Even young children have sexual feelings and may engage in sexual behavior. നമ്മൾ വിചാരിക്കുന്ന പോലെ സെക്ഷൽ ബിഹേവിയർ ഒരു റോങ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ല, അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. കാരണം ഇറ്റ് ഈസ് ആക്ച്വലി നോർമൽ ഫോർ യങ് ചിൽഡ്രൻ ടു ഹാവ് സെക്ഷൽ ഫീലിംഗ്സ് ആൻഡ് എൻഗേജ് ഇൻ സെക്ഷൽ ബിഹേവിയേഴ്സ്. ബട്ട് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, എന്ത് തരം ബിഹേവിയേഴ്സ് ആണ് കറക്റ്റ്, എന്ത് തരം ബിഹേവിയേഴ്സ് ആണ് റോങ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Usually family members do not consider the behavior normal or acceptable. കുട്ടികൾ ചെറുതായിട്ടുള്ള എന്തെങ്കിലും സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ തന്നെ പാരന്റ്സ് അതിന് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് കൊടുക്കുകയാണ്, നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുകയാണ്. അപ്പം കുട്ടികളിൽ അത് എന്താ അങ്ങനെയാണ്, എസ്പെഷ്യലി ഇന്ത്യൻ കൺസെപ്റ്റിൽ അത് ഭയങ്കര ഒഫെൻസീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Punishing a child physically may lead to sexual dysfunction in adulthood, which may vary from loss of libido or orgasmic disorders. ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഈ കുട്ടികളെ ഫിസിക്കലി നമ്മൾ ചൈൽഡ്ഹുഡ് ഫിസിക്കൽ പണിഷ് ചെയ്യുകയാണെങ്കിൽ, ഈ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ അവരെ പണിഷ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ അഡൽട്ട്ഹുഡിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലൈക്ക് ലിബിഡോ കുറയുക, സെക്ഷൽ ഏർജ് കുറയുക, അല്ലെങ്കിൽ ഓർഗാസ്മിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവുക, അങ്ങനെ പലതും ഉണ്ടാവും. There are stages in sexual behavior. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചിൽഡ്രന് അവരുടെ സെക്ഷൽ ബിഹേവിയേഴ്സ് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പലതരമുണ്ട്. അതിന്റെ നോർമൽ ഏതാണ് അബ്നോർമൽ ഏതാണെന്നാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്മിങ് ടു 0 to 4 year old ചിൽഡ്രൻ, അവരിൽ ഉണ്ടാവുന്ന നോർമലും അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സിൽ touches or rubs on genitals randomly, shows genitals, interested or asks about bathroom functions, interested and explores the difference between genitals, uses dirty languages, has limited understanding of privacy needs, play house and doctor, imitative അല്ലെങ്കിൽ മോഡലിംഗ് ആയിട്ടുള്ള രീതിയിൽ മേ ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ജെനൈറ്റൽസ്. കുട്ടികൾ അവരുടെ ജെനൈറ്റൽസിൽ തൊടുന്നതോ അതിൽ റാൻഡംലി റബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റാൻഡംലി തൊടുന്നതോ ഒരു നോർമൽ ബിഹേവിയർ ആയിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ 0 to 4 ഏജില്
അവർക്ക് പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ജെനൈറ്റൽസ് കാണുന്നത് അവർക്കൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നില്ല. ഇൻട്രസ്റ്റഡ് ഓർ ആസ്ക്ഡ് അബൌട്ട് ബാത്റൂം ഫങ്ഷൻസിനെ പറ്റി ചോദിക്കുന്നത്, അതുപോലെ അതിൽ ഇൻട്രസ്റ്റഡ് ആവുന്നത് ഒരു തെറ്റല്ല. അതുപോലെ ഡേർട്ടി ലാംഗ്വേജസ്, അവർക്ക് അറിയുന്നില്ല അവരെന്ത് ലാംഗ്വേജസ് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഡേർട്ടി ആണ്, ഇറ്റ് ഇസ് എ ടാബു വേർഡ് ഓർ എനിത്തിങ്. പിന്നെ അതുപോലെ തന്നെ ഹാസ് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ പ്രൈവസി നീഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് പ്രൈവസി നീഡ്സ് അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള പെരുമാറ്റം കാണിക്കുമ്പോൾ അത് നോർമൽ ആയിരിക്കും. അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, മോഡൽ ചെയ്യുന്നത്, പ്ലേയിങ് ഹൗസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കളിക്കുന്നത്, ഡോക്ടർ പേഷ്യന്റ് കളിക്കുന്നത്, അതുപോലെ ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ജെനൈറ്റൽസ്, അവരറിയുന്നത് അവർ ഏനസിൽ എന്താ ഒബ്ജക്ട്സ് ഇൻസേർട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയിലൊക്കെ അതൊക്കെ നോർമൽ ആയിട്ടാണ് നമ്മൾ സെക്ഷൽ ബിഹേവിയേഴ്സിൽ നമ്മൾ കാണുന്നത്. ഇനി കമ്മിങ് ടു അബ്നോർമൽ, സ്റ്റിമുലേഷൻ ഓഫ് സെക്ഷൽ ടച്ച് ഓർ സെക്ഷൽ ആക്ടിവിറ്റി. 0 to 4 years ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത്. പെർസിസ്റ്റന്റ്ലി ടച്ചിങ് ദ ജെനൈറ്റൽസ്, പ്രൈവറ്റ് പാർട്സ് ഓഫ് അതേഴ്സ്. ഇത് അവരുടെ സ്വന്തം പ്രൈവറ്റ് പാർട്സ് അല്ലെ ജെനൈറ്റൽസ് തൊടുന്നതോ അല്ലെ മറ്റുള്ളവരുടെ പാർട്സിൽ പെർസിസ്റ്റന്റ്ലി ടച്ച് ചെയ്യുന്നത് ഒരു അബ്നോർമൽ ബിഹേവിയർ ആണ്. ഫോഴ്സിങ് അതേഴ്സ് ചിൽഡ്രൻ ടു എൻഗേജ് ഇൻ സെക്ഷൽ ആക്ടിവിറ്റി, സെക്ഷൽ ആക്ടിവിറ്റീസിലോട്ട് ഫോഴ്സ് ചെയ്യുക ബാക്കി കുട്ടികളെ. Sexual behaviors between young children involving penetration with objects, masturbation of others, oral sex, ഇവയെല്ലാം ഇങ്ങനെ ചെയ്യുന്നതെല്ലാം ഒരു അബ്നോർമൽ സെക്ഷൽ ബിഹേവിയർ ആയിട്ടാണ് 0 to 4 year ഏജിൽ കാണപ്പെടുന്നത്. അതുപോലെ കമ്പൽസീവ് മാസ്റ്റർബേഷൻ, സെൽഫ് ഇൻജൂറിയസ് ആയിട്ടുള്ള കമ്പൽസീവ് മാസ്റ്റർബേഷൻ, പെർസിസ്റ്റന്റ് നേച്ചർ ഓഫ് ഡ്യൂറേഷൻ, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മാസ്റ്റർബേഷൻ ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ അത് ഒരു അബ്നോർമൽ ബിഹേവിയർ ആണ്. പെർസിസ്റ്റന്റ് എക്സ്പ്ലിസിറ്റ് സെക്ഷൽ തീം ഇൻ ടോക്ക്, ആർട്ട് ഓർ പ്ലേ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ എന്താ ചിത്രം വരയ്ക്കുന്നതിൽ എല്ലാത്തിലും ഇതുപോലെ സെക്ഷൽ തീം ഉണ്ടെങ്കിൽ അതൊരു അബ്നോർമൽ ബിഹേവിയർ ആണ്. ഡിസ്ക്ലോഷർ ഓഫ് സെക്ഷൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡിസ്ക്ലോഷർ ഇപ്പൊ പുറത്ത് പറയുക. അപ്പം പുറത്ത് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ദേ ഹാവ് ബീൻ സെക്ഷലി അബ്യൂസ്ഡ് എന്നുള്ളത് നമ്മൾ അറിയാം. അപ്പം അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. presence of sexually transmitted infections, obviously sexually transmitted infections ഉണ്ടെങ്കിൽ sexually abused ആയിരിക്കാൻ സാധ്യതകൾ കൂടുതലാണ് കുട്ടികൾ. Next, coming to normal and abnormal sexual behaviors in 5 to 8 year old children. 5 to 8 year normal sexual behaviors വരുന്നതാണ്. Talks about and occasionally shows private body parts to others. ഈ ഒരു ഏജിലും കുട്ടികൾ അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുക്കും, ബാക്കിയുള്ള എന്താ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക, എന്താ അതിനെപ്പറ്റി സംസാരിക്കുക. ദാറ്റ്സ് ഒക്കേഷണലി ആണെങ്കിൽ that's considered to be normal. Sometimes uses swear words and or sex words copied from others. ഇങ്ങനെ വാക്കുകൾ കുട്ടികൾ ഇമിറ്റേറ്റിംഗ് ബിഹേവിയർ കൂടുന്ന ഈ സമയത്താണ്. അപ്പം അവര് ഒബ്വിയസ്ലി ആരെങ്കിലും സെക്സ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ പറയുമ്പോൾ ഓക്കെ വി ഷുഡ് നോട്ട് ഹാവ് ടോക്ക്ഡ് അബൌട്ട് ദിസ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് കിഡ്. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും there is something bad about this word. അപ്പൊ അതൊരു ഇമിറ്റേറ്റിംഗ് ബിഹേവിയർ ആണ്. അങ്ങനെ ഒരു വേർഡ് ക്യാച്ച് ചെയ്യാവുമ്പോൾ ഒബ്വിയസ്ലി കുട്ടി അത് പറഞ്ഞു നടക്കും. Writing letters about sex terminology, പിന്നെ sometimes touches or rubs own genitals or masturbates as comfort habit ആയിട്ട് കുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് മാസ്റ്റർബേഷൻ നോർമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇഫ് അതിന്റെ അബ്നോർമാലിറ്റി എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയും. Please doctor while exploring other children, kissing, holding hands, hugs others, display an interest in others' private body parts but is aware of their need for privacy, mimicking dating, ഇതൊക്കെ നോർമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ബാക്കി ഈവൻ ദോ അവരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ പ്രൈവറ്റ് പാർട്സിൽ അവർക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ they might know their need of privacy over here. അബ്നോർമൽ ആയിട്ടുള്ളത് ഈ ഏജിൽ അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമ്പൽസീവ് മാസ്റ്റർബേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ചൈൽഡ്ഹുഡ് മാസ്റ്റർബേഷനെ പറ്റി ഞാൻ നോർമൽ ഇതിൽ അവരൊരു ഇതിനകത്ത് പറയുന്നത് എന്താണ്,
കംഫർട്ട് ഹാബിറ്റ് ആയിട്ടാണ് ഇതിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. ഇതില് അവര് കമ്പൽസീവ് ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ സെൽഫ് ഇൻജൂറിയസ് ആയിട്ട്, സെൽഫ് ഹാർമിംഗ് ആയിട്ട്, സീക്കിംഗ് എൻ ഓഡിയൻസ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ വരുമ്പോൾ അതൊരു അബ്നോർമൽ സെക്ഷൽ ബിഹേവിയർ ആയി മാറും. ഡിസ്ക്ലോഷർ ഓഫ് സെക്ഷൽ അബ്യൂസ്, പെർസിസ്റ്റന്റ് സെക്ഷൽ ആക്ടിവിറ്റി വിത്ത് ആനിമൽസ്, മൃഗങ്ങളുമായിട്ട് സെക്ഷൽ ആക്ടിവിറ്റീസ് കാണിക്കുന്ന കണ്ടാല്, stimulation of or participation in sexual activity, examples oral sex, sexual intercourse. ഈ ഒരു ഏജിലൊക്കെ നമ്മൾ വിചാരിക്കും സെക്ഷൽ ഇന്റർകോഴ്സ് ഒക്കെ കുട്ടികൾക്ക്, there are cases സെക്ഷൽ ഇന്റർകോഴ്സ് ഓറൽ സെക്സ് ഒക്കെ നടന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. presence of sexually transmitted infections, ഇതൊക്കെയാണ്. പിന്നെ ഉള്ളത് യൂസിങ് മൊബൈൽ ഫോൺസ് ആൻഡ് ഇന്റർനെറ്റ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ഗിവിംഗ് ഔട്ട് ഐഡന്റിഫൈങ് ഡീറ്റെയിൽസ് ഓഫ് സെക്ഷൽ ഇമേജസ്, സെക്ഷൽ ഇമേജസ് ഉള്ള അവരുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത്, അങ്ങനെ കാണുന്നത്, അത് എടുക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്, അതൊക്കെയാണ് അബ്നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പെർസിസ്റ്റന്റ് ബുള്ളിങ് ഇൻവോൾവിംഗ് സെക്ഷൽ അഗ്രഷൻ, for example pulling, lifting, removing others children's clothes, sexually threatening notes, drawings, text messages, ഇവയൊക്കെ ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ബുള്ളിങ്. നമ്മൾ സ്കൂളുകളിൽ കേട്ടിട്ടുണ്ടാവും, കുട്ടികള് ആൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്ടിൽ പിടിച്ച് ഞെക്കാറുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അത് പെർസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ബുള്ളിങ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ അബ്നോർമൽ ബിഹേവിയർ. Sexual behavior with significant younger or less able children, അവരിലും താഴെ പ്രായമുള്ള കുട്ടികളോട് സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നത് ഒക്കെ അബ്നോർമൽ ബിഹേവിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. Now coming to normal and abnormal sexual behaviors under 9 to 12 years old, pre-adolescent childrenൽ എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം. Touches self genitals occasionally, kissing, hugging and dating others, is interested in others' private body parts and in the change occurring in puberty, but is aware of the need for privacy. ഈ ഒരു ഏജില് 9 to 12 ഇയർ ഏജില് നമ്മളിപ്പോ ഇത് ജനറൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, വി നോട്ട് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഇന്ത്യ, നമ്മള് ഹോൾ വേൾഡ് വെച്ച് നോക്കുകയാണെങ്കിൽ there are people who date at this age. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ it's very common right now. Touches self occasionally. അതുപോലെ ബാക്കിയുള്ള ഈ പിവേർട്ടി ഏജിലാണ് നമുക്ക് ക്യൂരിയോസിറ്റി കൂടുക, പ്രൈവറ്റ് ബോഡി പാർട്സിനെ പറ്റിയുള്ള എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷെ അതൊരു പ്രൈവറ്റ് പാർട്ടാണ്, they know that it is, they are aware of that it is a private part and they need the privacy. അതൊക്കെ അവർക്ക് അറിയുന്നുണ്ടെങ്കിൽ it is a normal sexual behavior. Talks about sex with the same sex pair, interested in own organs and functions, looks at pictures in books, writes letters and poems about sexual activity, masturbate in private. ഇവയ്ക്ക് ഈ പറയുന്നതൊക്കെയാണ് 9 to 12 year old ഏജിലുള്ള കുട്ടികളിലെ normal sexual behaviors. Now coming to abnormal sexual behavior, നമ്മൾ നേരത്തെ കണ്ട പോലെ കമ്പൽസീവ് മാസ്റ്റർബേഷൻ, സെൽഫ് ഹാർമിംഗ്, സീക്കിംഗ് ഓഡിയൻസ്, ഇതെല്ലാം അബ്നോർമൽ തന്നെയാണ് ഇതിലും വരുന്നത്. എൻഗേജിങ് വൾണറബിൾ അതേഴ്സ് ഇൻ പ്രോസസ് ടു ഗെയിൻ സെക്ഷൽ ആക്ടിവിറ്റി ബൈ യൂസിങ് ഗ്രൂമിംഗ് ടെക്നിക്സ്, ഗിഫ്റ്റ് കൊടുത്തും കള്ളം പറഞ്ഞിട്ടും ഫ്ലാറ്റർ ചെയ്തും അവരിൽ നിന്ന് സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നത്, ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അല്ല ചെയ്തു കൊടുക്കുന്നതൊക്കെ അബ്നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ഓറൽ സെക്സ്, ഇന്റർകോഴ്സ് വിത്ത് എ പേഴ്സൺ ഓഫ് ഡിഫറെന്റ് ഏജ് ഓർ പിയർ ഗ്രൂപ്പ്, ഇതൊക്കെ അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഉള്ള ആൾക്കാരിൽ ഉണ്ടാവുന്ന അവരുമായിട്ടുള്ള ഇന്റർകോഴ്സ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഓറൽ സെക്സ് ഒക്കെ അബ്നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. Presence of sexually transmitted infection, just like every other age ഗ്രൂപ്പിൽ വരുന്നതാണത്. Deliberately sending and publishing sexual images of self or another person without consent. Sexual contact with animals, without or with consent, അതേതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. Sexual contact with animals, ഇതൊക്കെയാണ് abnormal sexual behaviors under 9 to 12 years. Now coming to 13 to 16, very adolescent childrenൽ കാണപ്പെടുന്ന അബ്നോർമൽ ആൻഡ് നോർമൽ ആയിട്ടുള്ളത്.
uses sexual languages and talks about sexual acts with peer, may look at sexual pictures including internet images, masturbates in private, experiment sexually with adolescents of similar age, kissing, hugging, dates others, may have longer term relationship. ഇതെല്ലാം നോർമൽ ആണ്. യൂഷ്വലി നമ്മൾ ഈ ഒരു ഏജിൽ കാണപ്പെടുന്ന വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെക്ഷൽ ബിഹേവിയേഴ്സ് ആണ് ഇത്. Is interested in the and ask questions about body parts, relationship and sexual behavior, is aware of need for privacy. ഇതെല്ലാം ഇവർ ചെയ്യുന്നില്ല, അവർക്ക് പ്രൈവസിനെ പറ്റി അവർ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ അതേ ക്യൂരിയോസിറ്റി നമ്മൾ നേരത്തെ കണ്ട പ്രീ അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്ന അതേ ക്യൂരിയോസിറ്റിയും അതേ ത്രൈവിങ്ങും ഈ ഒരു ഏജിലും ഉണ്ടാവും. അതൊക്കെ നോർമൽ സെക്ഷൽ ബിഹേവിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അബ്നോർമൽ സെക്ഷൽ ബിഹേവിയർ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കാണുന്നത് ഡെലിബറേറ്റ്ലി സെൻഡിങ് ആൻഡ് പബ്ലിഷിംഗ് സെക്ഷൽ ഇമേജസ് ഓഫ് അനദർ പേഴ്സൺ വിത്തൗട്ട് ദെയർ കൺസെന്റ്, സെക്ഷൽ ആക്ടിവിറ്റി in exchange of money, goods, accommodation, drugs or alcohol, preoccupation with sexually aggressive or illegal pornography, sexual contact with others of significant age or developmental difference. ഇവയൊക്കെയാണ് സെക്ഷൽ ബിഹേവിയറിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ 13 to 16 ഇയർ ഗ്രൂപ്പിൽ അബ്നോർമൽ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ ഫാസ്റ്റ് ആണോ? ഇല്ലല്ലോ, ഓക്കെ ആണ്. അല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇതിലോട്ട് പോവാണ്. ഫാക്ടേഴ്സ് ട്രിഗേഴ്സ് ചിൽഡ്രൻസ് സെക്ഷൽ ബിഹേവിയർ. എന്തൊക്കെയാണ് കുട്ടികളിൽ ട്രിഗർ ചെയ്യുന്നത് സെക്ഷൽ ബിഹേവിയർ? അതൊരു ഏജ് ഡിഫറൻസ്, ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഇല്ല, നമുക്ക് ഏതൊരു ഏജിലും ഇങ്ങനത്തെ കണ്ടീഷൻസ് വരാം. ദ ബർത്ത് ഓഫ് ന്യൂ സിബ്ലിംഗ്. ഒരു ഞാൻ ഇത് വായിച്ചതിന് ശേഷം ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. സീയിങ് ദർ മദേഴ്സ് ബ്രസ്റ്റ് ഫീഡ്, ലെസ് പ്രൈവസി വെൻ ഡ്രസ്സിംഗ്, ഫാമിലി ന്യൂഡിറ്റി, co-bathing, suddenly viewing another child or adult in the bathroom, as accessible pornographic material, poor supervision of children. ഈ പറയുന്നത് എല്ലാം എപ്പോഴും സംഭവിക്കണം നിർബന്ധമില്ല. ഇപ്പം ഒരു ന്യൂ സിബ്ലിംഗ് വന്നത് കൊണ്ട് എല്ലാ കുട്ടികളിലും സെക്ഷൽ ബിഹേവിയർ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യപ്പെടണം എന്ന് നിർബന്ധമില്ല. അവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല, അവർക്ക് അറ്റൻഷൻ കുറവാകുമ്പോൾ ഒബ്വിയസ്ലി അതൊരു എന്താ പറയുക അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യമാണ് സെക്ഷൽ ബിഹേവിയേഴ്സ്. അതുപോലെ തന്നെ സ്ട്രെസ് കൂടുമ്പോൾ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കാൻ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ കാണിക്കാൻ ഒക്കെ സാധ്യതകൾ കൂടുതലാണ്. പിന്നെയുള്ളത് സീയിങ് ദർ മദേഴ്സ് ബ്രസ്റ്റ് ഫീഡ്. ഇതും വി കനോട്ട് 100% ഒരു മദർ കുട്ടീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ആ കുട്ടിയിൽ സെക്ഷൽ ബിഹേവിയർ എന്താ ട്രിഗർ ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല, പക്ഷെ ദർ ആർ ചാൻസസ്. ലെസ് പ്രൈവസി വെൻ ഡ്രസ്സിംഗ്, ഫാമിലി ന്യൂഡിറ്റി, co-bathing, ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ്. ഒരു പ്രൈവസി, നമ്മൾ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈവസി ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്ന പെർട്ടിക്കുലർ ഏജ് വരെ നമ്മൾ കുട്ടികളെ കൂടെ നിർത്തി നമ്മൾ ഡ്രസ് ചെയ്യും, അല്ലെങ്കിൽ പാരന്റ്സ് കുട്ടികളുടെ കൂടെ കുളിക്കുന്നതും അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഓരോ ഏജ് ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് ഇതിന്റെ സെക്ഷൽ ബിഹേവിയറിന് ട്രിഗറിങ് ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുവർ സൂപ്പർവിഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടികൾ പ്രോപ്പർ ആയിട്ടുള്ള സൂപ്പർവിഷൻ നടത്തിയിട്ടില്ലെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇതിന് തൊട്ട് മുകളിലുള്ള ടോപ്പിക്കാണ് ആക്സസിബിൾ പോർണോഗ്രാഫിക് മെറ്റീരിയൽസ്. പ്രോപ്പർ ആയിട്ടുള്ള സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ കുട്ടികളിൽ പോർണോഗ്രാഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ സെക്ഷൽ അബ്യൂസുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ സിറ്റുവേഷനുകൾ വരുമ്പോൾ അവർക്ക് ചിൽഡ്രൻ സെക്ഷൽ ബിഹേവിയർ ട്രിഗർ ചെയ്യപ്പെടാം. Next is characteristics of abnormal sexual behaviors. Behaviors that are coercive, എന്ന് വെച്ചാൽ relating to or using force or threats, persistently intrusive, injurious and frequent, age inappropriate. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആവാൻ സാധ്യതയുള്ളത്. ഇങ്ങനത്തെ ഇപ്പൊ കുട്ടികൾ ഭയങ്കര ത്രെറ്റനിങ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ആയിട്ടുള്ള, അങ്ങനെ നമ്മൾ എല്ലാത്തിനും ജനറലൈസ് ചെയ്യരുത്. പക്ഷെ ഇങ്ങനത്തെ അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സിൽ ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകാം. Now coming to masturbation among children and parents' response.
ഓക്കെ, ചൈൽഡ്ഹുഡ് സെക്ഷൽ ആക്ടിവിറ്റി ബിഗിൻസ് ഇൻ ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ചൈൽഡ്ഹുഡ് സെക്ഷൽ ആക്ടിവിറ്റി ഇൻഫൻസിയിൽ തന്നെ തുടങ്ങുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. They explore their genital as infants and some instance of childhood masturbation is also seen. എല്ലാ കുട്ടികളിലും ചൈൽഡ്ഹുഡ് മാസ്റ്റർബേഷൻ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, പക്ഷേ ചൈൽഡ്ഹുഡ് മാസ്റ്റർബേഷൻ കണ്ടുവരുന്നുണ്ട്. ഇപ്പം കറന്റ്ലി there are ഒരു 10 വർഷം മുമ്പ് വരെ 10-20 വർഷം മുമ്പ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ലെസ് ചൈൽഡ്ഹുഡ് മാസ്റ്റർബേഷൻ, പക്ഷെ ഇപ്പൊ ഇറ്റ് ഈസ് കമ്മിങ് ടു ബി കോമൺ. Learn about sexuality as infant and continues learning throughout their life. കുട്ടികൾ സെക്ഷുവാലിറ്റിനെ പറ്റി അവർ ഇൻഫന്റ് ഏജ് തൊട്ട് അവർ പഠിക്കുകയാണ്. വളരെ ചെറിയ ചെറിയ പോയിന്റുകൾ വെച്ച് തുടങ്ങും, പിന്നീട് അത് അഡോളസൻസ് ആവുമ്പോഴേക്കും കുറെ അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സെക്ഷുവാലിറ്റിനെ പറ്റി നമ്മളെല്ലാവരും പഠിച്ചു വരുന്നത്. They begins to discover their body and takes notice of others. ബാക്കിയുള്ള സ്വന്തം ബോഡി പാർട്സും സ്വന്തം ബോഡീന്റെ ഡെവലപ്മെന്റ്സും അവർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. മറ്റുള്ളവരുടെ ബോഡി ഡെവലപ്മെന്റ്സും ബോഡി ചേഞ്ചസും നോട്ടീസ് ചെയ്യും. ഒരു ഫീമെയിൽ മെയിൽ ഡിഫറൻസസ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവരുടെ ബോഡിലി ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ സെക്ഷുവാലിറ്റിയും തമ്മിലുള്ള കണക്ഷൻസ് അവർ മനസ്സിലാക്കുന്നത്. പ്ലഷറബിൾ ജെനൈറ്റൽ സെൽഫ് സ്റ്റിമുലേഷൻ, also referred to as genital play, infantile masturbation or gratification behavior. ഇതൊക്കെ യൂഷ്വലി 7 to 10 monthsനുള്ളിൽ സംഭവിക്കാവുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ജെനൈറ്റൽ സ്റ്റേജിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് റബ്ബിംഗ് ഓഫ് ജെനൈറ്റൽസ്. ഇത് വേരിയബിൾ ആണ്, ഇറ്റ് ക്യാൻ വേരി. ഓക്കെ, നൗ കമ്മിങ് ടു റിയാക്ഷൻസ് ടുവേർഡ്സ് നോർമൽ ബിഹേവിയർ. നമ്മളുടെ പാരന്റ്സിന്റെ റിയാക്ഷൻസ് എങ്ങനെയാണ് പൊതുവെ? Even in the case of normal behavior, parents or guardians react negatively to the thought of their children engaging in any sexual thinking or behavior. ഇവരുടെ കുട്ടികളുടെ കംപ്ലീറ്റ്ലി സെക്ഷൽ തോട്ട്സ് ഉണ്ടാവാൻ പാടില്ല, കംപ്ലീറ്റ്ലി സെക്ഷൽ ബിഹേവിയർ ഉണ്ടാവാൻ പാടില്ല, ഇറ്റ്സ് എ ടാബു, വി ആർ നോട്ട് സപ്പോസ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളൊരു ബിലീഫാണ് ഇവിടെ ഉള്ളത്. എസ്പെഷ്യലി വെൻ കമ്മിങ് ടു ഇന്ത്യൻ കൺസെപ്റ്റ്. കുട്ടികള് അതിന്റെ ഇഫ് ദേ ആർ എക്സ്പോസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പാരന്റ്സ് അറിയുകയാണെങ്കിൽ ഫസ്റ്റ് റിയാക്ഷൻ വിൽ ബി നെഗറ്റീവ്. ഐദർ ദേ സ്കോൾഡ് ദം ഓർ ദേ പണിഷ് ദം ബൈ ബീറ്റിംഗ് ഓർ സ്കോൾഡിംഗ് ദം. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പണിഷ്മെന്റ്സ് ആണ് കുട്ടികൾക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് സെക്ഷൽ ഓറിയന്റ് അല്ലെങ്കിൽ സെക്ഷൽ തോട്ട്സിനെ പറ്റി അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയേഴ്സിനെ പറ്റി അവർക്ക് കിട്ടുന്നത്. Parents or guardians have a tremendous impact on the sexual development of their children and should not take it lightly. ചിലപ്പോൾ പാരന്റ്സ് ഭയങ്കര ഇഗ്നോറന്റ് ആയിരിക്കും ഇതിന്റെ സെക്ഷൽ ബിഹേവിയേഴ്സിനെ പറ്റി. മിക്കവാറും സിറ്റുവേഷൻസിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പണിഷിംഗ് ആണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ പാരന്റ്സ് ദേ ഇഗ്നോർ ദം, ദേ ഡു നോട്ട് ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ലാത്തൊരവസ്ഥയിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് ഇതിനെ എടുക്കുക. Now coming to reactions towards normal behavior. Many children receive typically negative reactions from their parents when they are found masturbating. But self-stimulation is actually a normal form of self-exploration. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് മാസ്റ്റർബേഷൻ ആണെങ്കിലും നോർമൽ മാസ്റ്റർബേഷൻ ആണെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ കൾച്ചറൽ അക്സെപ്റ്റഡ് അല്ല, കൾച്ചറൽ മാത്രമല്ല പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. പാരന്റ്സ് മാത്രമല്ല ആരാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണത്. അതിനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കുറയും. പക്ഷെ യൂഷ്വലി ഒരു നെഗറ്റീവ് റിയാക്ഷൻ ആണ് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നത്. ഇതൊരു സെൽഫ് എക്സ്പ്ലോറേഷൻ ആണ്, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പാരന്റ്സിന് മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂസ് കുറയും. മ്യൂട്ട് ചെയ്യണേ ബാക്കിയുള്ളവര്. ഓക്കെ, പാരന്റ്സിന്റെ ഫസ്റ്റ് തോട്ട് സ്വന്തം കുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന കാണുകയാണ് അല്ലെങ്കിൽ ഒരു പോണോഗ്രാഫിക് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് തോട്ട് അവർക്ക് വരുന്നത് മൈ ചൈൽഡ് ഇസ് ഗോയിങ് ടു ബി എ സെക്സ് ഒഫൻഡർ, എന്റെ കുട്ടി ചീത്തയായി പോയി, എന്റെ കുട്ടി ഒരിക്കലും ഇങ്ങനത്തെ രീതിയിൽ പോകരുതായിരുന്നു എന്നുള്ള തോട്ടാണ് ഫസ്റ്റ് വരുന്നത്. അതിനുള്ള പെട്ടെന്നുള്ള റിയാക്ഷൻസ് ആണ് നെഗറ്റീവ് റെസ്പോൺസിങ് നിന്ന് വരുന്നത്.
പാരന്റ്സ് റെസ്പോൺസ് ഫോർ നോർമൽ സെക്ഷൽ ബിഹേവിയർ എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് പാരന്റൽ റെസ്പോൺസ് വേണ്ടത്? ഫസ്റ്റ് തിങ് ഇസ് ഡു നോട്ട് ഓവർ റിയാക്ട്. നമ്മൾ ഫസ്റ്റ് ഓവർ റിയാക്ട് ചെയ്യുമ്പോഴാണ് കുട്ടികൾ ഇതൊരു തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, അവർക്ക് ഭയങ്കര ഗിൽറ്റ് ഇഷ്യൂസ്, ഗിൽറ്റ് ഫീലിംഗ് വരും. അങ്ങനത്തെ അതൊരു നെഗറ്റീവ് ഇമ്പാക്ടിലോട്ട് തന്നെ എത്തിച്ചേരും. they will not be able to stop it. If they are not able to stop it, they will feel very guilty about it. അതുപോലെ വാച്ച് ഫോർ അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ്. നോർമൽ ബിഹേവിയേഴ്സ് എന്താണ്, നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് എന്താണ്, അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് എന്താണെന്നുള്ള ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോയിന്റ്സ് നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയണ്ടായിരുന്നില്ല, ഇത് നോർമൽ ആണ്, ഇത് അബ്നോർമൽ ആണ് എന്നുള്ളത്. അപ്പൊ പാരന്റ്സിന് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ it will be very helpful to them to understand the difference between it. അതിനനുസരിച്ച് കുട്ടികളോട് എങ്ങനെ ഇതിന് റെസ്പോണ്ട് ചെയ്യാമെന്ന് അവർക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ പ്രൊവൈഡ് നോളജ് അബൌട്ട് സെക്ഷുവാലിറ്റി. സെക്സ് എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം, സ്കൂളുകളിൽ കൊടുക്കണം, പാരന്റ്സ് കൊടുക്കണം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇത് പറയാൻ ബുദ്ധിമുട്ടുന്നതും പാരന്റ്സും സ്കൂളിലാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഇത് പറയാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ ആണ് സെക്സ് എഡ്യൂക്കേഷൻ. In order to be effective sexual education for their children, parents should share feelings, attitudes, beliefs as well as information. പാരന്റ്സ് അവരുടെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിലീഫ്സ്, ഇൻഫർമേഷൻ ഇതെല്ലാം കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യണം. ഒരു ബൗണ്ടറി വെക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ബൗണ്ടറി വെക്കണം, എന്തൊക്കെ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം, ഫ്രം എ തേർഡ് പാർട്ടി ഇത് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ പാരന്റ്സിന്റെ നിന്ന് കിട്ടുമ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. Okay, if the conversation begins early enough, talk about sexuality can become a part of everyday family life and establish an early rapport about sex and sexuality between parents and child that will carry over into the often challenging adolescent years. കുറെ കാലം ഈ സെക്ഷുവാലിറ്റിനെ പറ്റിയും സെക്ഷൽ എഡ്യൂക്കേഷനെ പറ്റിയും സംസാരിക്കാതിരിക്കുമ്പോൾ, സെക്ഷുവാലിറ്റിനെ പറ്റിയും സംസാരിക്കാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അഡോളസന്റ് ഏജ് ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു എക്സ്പ്ലോറേഷൻ ഏജ് ആണ്. ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇഷ്യൂ വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെറുപ്പത്തിലെ കുട്ടികൾ ആ ഒരു ഏജിനനുസരിച്ച് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാരിയർ കുറഞ്ഞു കിട്ടും. കുട്ടികൾക്ക് ഇതിനെപ്പറ്റി എന്താണ് സെക്ഷുവാലിറ്റി എന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു എക്സ്പോഷറിനെക്കാട്ടും പതുക്കെ എക്സ്പോഷർ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഫാമിലി തമ്മിലുള്ള റാപ്പോ നന്നാവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും അബ്യൂസസ് വരികയാണെങ്കിൽ അത് തുറന്നു പറയാനും ഹെൽപ്പ് ചെയ്യും. Now coming to avoiding physical punishment. ഒരു ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ കാണിക്കും, നോർമൽ ആണെങ്കിലും അബ്നോർമൽ ആണെങ്കിലും കുട്ടികൾ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ ഫസ്റ്റ് പാരന്റ്സിന്റെ റെസ്പോൺസ് ഫിസിക്കൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഷൗട്ടിങ്, ഫിസിക്കൽ പണിഷ്മെന്റ്, വെർബൽ പണിഷ്മെന്റ് ഒക്കെയാണ് പൊതുവെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് ദാറ്റ് വി ഷുഡ് അവോയ്ഡ് ഫിസിക്കൽ പണിഷ്മെന്റ്. യൂസ് ഓഫ് ഫിസിക്കൽ ഫോഴ്സ് ഫോർ ദ ചൈൽഡ് എക്സ്പീരിയൻസ് ബോഡ്ലി പെയിൻ ഓർ ഡിസ്കംഫർട്ട്. എന്ന് വെച്ചാൽ കുട്ടികൾ അടിക്കുക, പിച്ചുക, എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ രീതിയിലുള്ള കുട്ടികൾ പണിഷ്മെന്റ് നടത്തുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. We should also avoid physical abuse. നേരത്തെ പറഞ്ഞ പോലെ ഹയർ ലെവൽ ഓഫ് ഫിസിക്കൽ പണിഷ്മെന്റ് ആണ് ഫിസിക്കൽ അബ്യൂസ്. തന്നെ പഞ്ചിങ്, ബീറ്റിംഗ്, കിക്കിംഗ്, ബേണിംഗ്, അങ്ങനെ ഫിസിക്കൽ ഇഞ്ചുറി കുട്ടികൾക്ക് വരുന്നത് നമ്മൾ ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അടുത്ത സ്ലൈഡിലൂടെ നമുക്ക് പോവാം. സെക്ഷൽ ഡിസ്ഫങ്ഷൻ കോസ് ഫ്രം ചൈൽഡ്ഹുഡ് പണിഷ്മെന്റ്. ഈ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ചൈൽഡ്ഹുഡ് പണിഷ്മെന്റ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് ഇനി വരുന്നത്. ഓക്കെ, ഈ പണിഷ്മെന്റ്സ് കാരണം ബോത്ത് സൈക്കോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി എഫക്റ്റുകൾ ഉണ്ടാവും. ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം fear of any intimacy associated with sexual activity to vaginismus and orgasmic disorders. എന്ത് രീതിയിൽ വരെ വേണമെങ്കിലും ഒരു റേഞ്ച് ഓഫ് പ്രോബ്ലംസ് കുട്ടികൾക്ക് ഉണ്ടാവാം. ഫിസിക്കലി അവരെ അബ്യൂസ് ചെയ്യോ ഫിസിക്കലി അവരെ പണിഷ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ സെക്ഷൽ ബിഹേവിയർ കാണിക്കുമ്പോൾ. Inability to enjoy sex or relax during sex and a lack of interest in sex.
സെക്സ് ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, നമ്മുടെ പ്രൈമറി നീഡ്സിൽ ഒന്നാണ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ നീഡ് അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ ചെയ്യേണ്ട സമയത്ത് അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റില്ല. ദിൽ ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. They'll not feel any sexual urge, or they might not feel any sexual urge. They might not have any interest in sex because of the punishment. Avoidance of sex and inability to initiate sex, difficulty in mutual masturbation, and a feeling of disgust about their sexuality. ഇതൊക്കെ അവർക്ക് നമ്മൾ ഫസ്റ്റ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആണ്. ബേസിക്കലി പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ, അവർ കണ്ടുപഠിക്കുന്നതിൽ നിന്നും എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ ഇവര് സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ, ഇവരുടെ ഫസ്റ്റ് സെക്ഷൽ ബിഹേവിയേഴ്സ് അവർ കാണിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ്, വി ആർ ഷൗട്ടിങ് അറ്റ് ദം, വി ആർ ഫിസിക്കലി അബ്യൂസിങ് ദം. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്താൽ ദിസ് ഇസ് സംതിങ് ബാഡ്, ദിസ് ഇസ് സംതിങ് ഐ ഷുഡ് നെവർ ഡു എന്നുള്ളൊരു തോട്ട് കുട്ടിക്ക് വരും. when I should do this, when I should not do this എന്നുള്ളതല്ല അവിടെ പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത്. പാരന്റ്സ് പറയുന്നത് you should never do this, this is a very bad thing to do എന്നുള്ളൊരു തോട്ടാണ് കുട്ടിയുടെ മനസ്സിൽ കിടക്കുക. അപ്പൊ obviously in future these kind of problems will happen. Okay, now key steps for preventing abnormal സെക്ഷൽ ബിഹേവിയർ. നമ്മൾ ഇതിനു മുമ്പ് കുറെ സെക്ഷൽ ബിഹേവിയേഴ്സിന്റെ പല ടൈപ്പ് ഓഫ് നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് പറഞ്ഞു, പല ടൈപ്പ് ഓഫ് അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് പറഞ്ഞു. ഇനി ഈ അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. Make sure the child is supervised and around other children until the problem has been addressed. ഒരു നമ്മൾ അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ കുട്ടിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എപ്പോഴും കുട്ടികൾ വേറൊരു കുട്ടീന്റെ കൂടെ കളിക്കുകയാണ്, നമ്മൾ എപ്പോഴും ഫുൾ ടൈം അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് തോന്നുന്നത്. പക്ഷെ ഒരു എന്താ നമ്മൾ ഒരു സൂപ്പർവിഷൻ അവരിൽ എപ്പോഴും ഉണ്ടാവണം. until and unless this problem has been addressed. Okay, find out as much as possible about the behavior, exactly what is the behavior, how often does it happen, and in what situation, how has it been handled. എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനത്തെ ഒരു ബിഹേവിയർ കാണിക്കുന്നത്, എന്ത് ബിഹേവിയർ ആണ് ഈ കുട്ടി കാണിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ എന്തൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് കുട്ടി ഇത് ചെയ്യുന്നത്, ആരെങ്കിലും ഇത് പഠിപ്പിച്ചു കൊടുത്തതാണോ എന്നുള്ളതൊക്കെ നമ്മൾ ബീയിങ് എ പാരന്റ് we should find it out. Make sure the child knows exactly what behavior is allowed and what is not. Praise positive behaviors, have clear and consistent consequences for misbehaviors, give children the skill to handle emotions or temptations. ഇപ്പം ഇങ്ങനത്തെ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുക. They should know what is right and what is not. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ അവർക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കുക. അതുപോലെ they should know ഇവര് മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്, അവരുടെ മിസ്ബിഹേവിയേഴ്സിന് അതിനനുസരിച്ചുള്ള അവർക്ക് പണിഷ്മെന്റ്സ് കിട്ടുന്നുണ്ട്, എന്ത് രീതിയിലുള്ള പണിഷ്മെന്റ്സ് ആണെന്നുള്ളത് പിന്നീട് പറയാം. Give children the skills to handle emotions or temptations. ഇവരുടെ എപ്പോഴും ഇങ്ങനത്തെ ടെംപ്റ്റേഷൻ വരുമ്പോൾ എപ്പോഴും ആ ടെംപ്റ്റേഷൻ ഫുൾഫിൽ ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ ഇമോഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. Now coming to step 4, create a family environment that does not expose children to sexual behavior. ഓക്കെ, അതുപോലെ ഈ കുട്ടികളുടെ ഫാമിലി എൻവറോൺമെന്റ് അവരുടെ എങ്ങനത്തെ രീതിയിലുള്ള എക്സ്പോഷർ ആണ് അവർക്ക് ഉണ്ടാവുന്നത്, എന്താണ് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്, അതുപോലെ ഇങ്ങനത്തെ സെക്ഷൽ കണ്ടന്റ് ഉള്ള TV വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനും ക്ലിയർ റൂൾ വെക്കണം. ഒരു പ്രൈവസിക്ക് ക്ലിയർ റൂൾ വെക്കണം. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ പണിഷ്മെന്റ്സ്. ടോക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്. നമ്മൾ അവരോട് സംസാരിക്കണം. മോസ്റ്റ് യൂസ്ഫുൾ വേസ് ഇൻ പ്രൊമോട്ടിംഗ് യൂസിംഗ് വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ഷൻസ്. ടോക്ക് വിത്ത് ദ ചൈൽഡ് അബൌട്ട് വാട്ട് ബിഹേവിയർ ആർ അക്സെപ്റ്റബിൾ ഓർ നോട്ട്, വാട്ട് ഇസ് സേഫ് ഓർ ഡേഞ്ചറസ് ആൻഡ് വൈ. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ കുട്ടികൾ അടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ് ശരി തെറ്റ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കലുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുമ്പോഴും ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് എ ടാബു തിങ്,
അത് കുട്ടികൾ അറിയേണ്ട കാര്യമല്ല എന്ന് വിചാരിച്ച് നമ്മൾ പറയാണ്ട് മൈൻഡ് ചെയ്യാതിരുമ്പോൾ കുട്ടികൾ അതിനെപ്പറ്റി നെഗറ്റീവായി വേറെ പല രീതിയിലും തെറ്റായ രീതിയിൽ അവർ പഠിച്ചേക്കാം. അപ്പം എന്താണ് ശരി, എന്താണ് അവർ ചെയ്യേണ്ടത്, എന്താണ് അക്സെപ്റ്റബിൾ, എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. Listening to the child, find out why he or she is doing something. ഈ പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് കുട്ടിയിൽ നമ്മൾ അറിയണം. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇസ് സംബഡി മേക്കിംഗ് ഹിം ഓർ ഹർ ഡു ദിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം. എക്സ്പ്ലെയിനിങ് യുവർ റീസൺ, ദിസ് വിൽ എൻഹാൻസ് ദ ചൈൽഡ്സ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. Discipline. Children's behavior have meaning and behavior are directly connected to inner feelings. So focus on feelings. ഇവരുടെ പെർട്ടിക്കുലർ ഫീലിങ്സ്, അവരുടെ ഫീലിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും അവര് ചില ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്ട്രെസ് ആൻഡ് മാസ്റ്റർബേഷൻ. അപ്പം സ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്താണ് പെർട്ടിക്കുലർ സ്ട്രെസ്, എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്, എന്ത് ഹാബിറ്റ്, എന്ത് ഇഷ്യൂ ആണ് കുട്ടിയിൽ ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടീനെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ചെയ്യാൻ കഴിയും. Now coming to labeling feelings. Help the child label his or her feelings. എന്താണ് പെർട്ടിക്കുലർ ഫീലിംഗ്, ഇപ്പം അവർക്ക് ഇൻട്രസ്റ്റ്, എൻജോയ്മെന്റ് എന്താണെന്ന് അവർക്കറിയാം, സർപ്രൈസ് എന്താണെന്ന് അറിയാം, ഡിസ്ട്രെസ് എന്താണെന്ന് അറിയാം, ആങ്കർ എന്താണെന്ന് അറിയാം. ഇതിനൊക്കെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇമോഷൻ നമ്മൾ ലേബൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ പെർട്ടിക്കുലർ ഇമോഷനെ ലേബൽ ചെയ്യാനും പറഞ്ഞു കൊടുക്കാം. ഇത് വെൻ ഇറ്റ് ഷുഡ് ബി ഡൺ, വെൻ ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് റിവാർഡ് ചെയ്യുക അല്ലെ പ്രേസ് ചെയ്യുക, വെൻ അവരുടെ സെൽഫ് എസ്റ്റീം കൂട്ടാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ടീച്ച് ബൈ എക്സാമ്പിൾ. ദ ചൈൽഡ് വാണ്ട്സ് ടു ബി ലൈക്ക് ദ പാരന്റ്. പാരന്റ് എങ്ങനെയാണോ പാരന്റിനെ ഇമിറ്റേറ്റ് ചെയ്യുക, പാരന്റിനെ മോഡൽ ചെയ്യുന്നതിലൂടെയാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പം വെൻ എ പാരന്റ് gives a model, child will study from that. Parents need to care for themselves. ഇതുപോലെ എന്തെങ്കിലും എക്സോസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ബർഡൻ, സ്ട്രെസ്ഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്, പേഷ്യൻസ് ഒട്ടുമില്ലാത്ത പാരന്റ്സ് ആണെങ്കിലൊക്കെ കുട്ടികളിലോട്ട് ഫ്രസ്ട്രേഷൻ കാണിക്കാൻ സാധ്യതയുണ്ട്. ആ ഫ്രസ്ട്രേഷൻ കുട്ടികളിൽ അതുപോലെ ഇഗ്നോറൻസ് കാണിക്കുകയാണെങ്കിൽ കുട്ടികളെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ രീതിയിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കും. അപ്പൊ ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ പാരന്റ്സ്, പേഷ്യന്റ് അല്ല പാരന്റ്സ് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടുണ്ടാവും. Now coming to negative response. Negative response can lead to increase in guilt and anxiety. Children should not be punished or discouraged, and they should be taught അവരോട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ കോണ്ടെക്സ്റ്റ്, സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഓക്കെ, മാസ്റ്റർബേഷൻ ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഷുഡ് ബി ഡൺ ഇൻ പബ്ലിക്. അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്, നമ്മൾ ഒച്ചയിടുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് അത് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഇല്ല, അവർക്ക് ഗിൽട്ടാണ് ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസിലോട്ട് അത് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവോയ്ഡ് എക്സ്പോഷർ ടു ദെയർ ഇൻഅപ്രോപ്രിയേറ്റ് സെക്ഷൽ കണ്ടെക്സ്റ്റ്. ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള സെക്ഷൽ കണ്ടക്റ്റിലോട്ട് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. Punishment and future effect. Punishing the child during sexual activity can lead to permanent sexual dysfunction. Permanent ആയിട്ടുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാൻ സാധ്യത, it can lead to, confirm ചെയ്ത് നമ്മൾ പറയില്ല. There are situations that has been normally gone, but some most of the situations are like permanent sexual dysfunctions ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ടാവാറുണ്ട്. If the parents control the sexual activity, it results in guilt. Punishing the child during sexual activity can lead to sexual guilty and associate personality disorders. അപ്പം ഇതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനോട്ടും സൈക്കോളജിക്കൽ പ്രോബ്ലംസിലോട്ടും ഇത് ഫ്യൂച്ചർ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. Punching may also lead to masochism. Masochism എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. It is nothing but classical condition that mostly happens when attaining initial sexual orgasm in association with pain. There is also a chance when the future sexual orgasm are also associated with pain. Okay, now last, when coming to how to when and how to manage it. If the activity becomes compulsive and interferes with others' normal activities, or the child cannot be distracted easily from the sexual activity. If the activity is intrusive or painful to the child.
if the activity increases much above the original level, indicates a child in stress about something and it's trying to comfort themselves. Try talking to them about the stress. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഈ കുട്ടികൾ എപ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് നമ്മൾ മാനേജ്മെന്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നത്. കമ്പൾസീവ് ആയിട്ട് അവർ ആ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇൻട്രൂസീവ് ആയിട്ട് പെയിൻഫുൾ ആയിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവര് നോർമൽ ലെവലിനെക്കാട്ടും ഇൻക്രീസ് ലെവലിൽ അവർ അത് കാണപ്പെടുന്നുണ്ട്, അവരുടെ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ കാണപ്പെടുന്നുണ്ടെങ്കിൽ ദർ ഇസ് സം സ്ട്രെസ് സിറ്റുവേഷൻ ഹാപ്പനിങ് ഓവർ ദർ. എന്താണെന്ന് കുട്ടിയെ ഇരുത്തി നമ്മൾ സംസാരിച്ച് ആ സ്ട്രെസ് ഫാക്ടർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇഫ് ഇറ്റ് സീംസ് ടു ബി accompanied by the trauma, by any trauma, the area from scratching or rubbing, എന്തെങ്കിലും എന്താ പറയാ കുട്ടികൾ ഇത് എക്സ്പ്ലോർ ചെയ്ത് എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ we can easily handle this. If the child performs masturbation in a public place, request the child to perform the activity in private, like urination or defecation. Urination defecationും എത്രത്തോളം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുട്ടികൾ പബ്ലിക് ആയിട്ട് പോയെന്ന് ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പം അതെങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ മാസ്റ്റർബേഷനും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. വി ഷുഡ് നെവർ സേ ദം നെവർ ടു ഡു ദിസ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ ഇഷ്യൂ ഉണ്ടാവും. അതിന്റെ റൈറ്റ് ആൻഡ് റോങ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ there will be a change. Okay, so coming to an end, sex education, in order to be effective, parents should share feelings, attitude, beliefs as well as information. എപ്പോഴും ഒരു ഓപ്പൺ ആയിട്ടുള്ള പാരന്റ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പാരന്റിങ് ആണ് കുട്ടികളിൽ എന്തും തുറന്നു പറയാൻ അവർക്ക് കഴിയുമെങ്കിൽ സെക്ഷൽ ബിഹേവിയേഴ്സിന്റെ അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. So this is it. Thank you.